Hello, hi, once again, welcome back to my channel. This is Arshida Nias. വീണ്ടും ഒരു മീഷോ പ്രൊഡക്റ്റ് റിവ്യൂ ആയിട്ട് തന്നെയാണ് എത്തിയിരിക്കുന്നത്. ഇത് വന്നിട്ട് ഒരു ട്രൈപോഡ്, പിന്നെ ഒരു സെൽഫി ലൈറ്റ്, പിന്നെ ഒരു കോളർ മൈക്കും കൂടി വരുന്നതാണ്. ഓക്കെ, എന്തായാലും ഒരുപാട് കാലമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സംഭവമായിട്ടോ ഇത് വേണമെന്ന്. കാരണം വീഡിയോസ് ചെയ്യുമ്പോൾ, നമുക്ക് റീൽസ് എല്ലാം ചെയ്യുമ്പോൾ അത്യാവശ്യമുള്ളൊരു സംഭവം തന്നെ. ഇതിങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഒരുപാട് കാലമായി മേടിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ലാസ്റ്റ് വീക്കാണ് ഓർഡർ ചെയ്തത്. ഒരാഴ്ചയും കൊണ്ട് തന്നെ സംഭവം നമ്മുടെ കയ്യിൽ കിട്ടി കേട്ടോ. പക്ഷേ നമുക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരുന്നു. എന്തായാലും ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. ട്രൈപോഡിൻ്റെ സൈസ് കൊടുത്തിരിക്കുന്നത് 6.9 ഫീറ്റ് എന്നാണ്. എന്തായാലും നല്ല ഹൈറ്റും എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ സെൽഫി ലൈറ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നല്ല പ്രൊഡക്റ്റ് തന്നെയാണ്. എന്തായാലും ഒന്നും ഡാമേജ് ഇല്ലാണ്ട് കിട്ടി. ചിലപ്പോൾ ഓൺലൈനിൽ ഓർഡർ ചെയ്യുന്ന സംഭവം ചിലപ്പോൾ ഡാമേജ് ആയിട്ട് വരാറുണ്ട്. അത് അവരുടെ കുഴപ്പമല്ല, അതായത് കൊറിയർ സർവീസ് ചെയ്യുന്നവരുടെ കയ്യിൽ നിന്ന് പറ്റുന്നതാണ് കുറേയെല്ലാം. എന്തായാലും ഡാമേജ് ഇല്ലാണ്ട് കിട്ടി. എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു, റിംഗ് ലൈറ്റെല്ലാം ആകുമ്പോൾ ഡാമേജോടെ കിട്ടുന്നൊരു പേടിയുണ്ടായിരുന്നു. എന്തായാലും കുഴപ്പമൊന്നുമില്ലാണ്ട് തന്നെ കിട്ടിയിട്ടോ. ഇപ്പോൾ എല്ലാവരും തന്നെ റിംഗ് ലൈറ്റും കാര്യങ്ങളെല്ലാം യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഇത് വന്നിട്ട് കൺട്രോൾ ബട്ടണാണ്. പിന്നെ അതിൻ്റെ കണക്ഷൻ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അഡാപ്റ്റർ യൂസ് ചെയ്തിട്ട് ഇതിൽ കണക്ഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. ഇതെന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വന്നിട്ട് റിംഗ് ലൈറ്റിൻ്റെ ഹോൾഡറാണ്, റിംഗ് ലൈറ്റ് ഹോൾഡറാണ്. പിന്നെ ഇത് വന്നിട്ട് മൊബൈൽ ഹോൾഡറാണ്. അപ്പോൾ എന്തായാലും എങ്ങനെ സെറ്റ് ചെയ്യുന്നത് കാണിച്ചു തരാം. ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്യുന്ന സംഭവങ്ങളാണ് കേട്ടോ. ഇതിന് ചെറിയൊരു പ്രശ്നമുണ്ട്, ഇത് ഞാൻ വഴിയെ കാണിച്ചു തരാം നിങ്ങൾക്ക്. എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്റ്റാൻഡ് എന്ന് പറയുന്ന 3 സെക്ഷനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിലൊരു സെക്ഷനിൽ അതിൻ്റെ കമ്പി വന്നിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് വളഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് എടുക്കാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി. എന്തായാലും ഞാനത് തിരിച്ചും മറിച്ചെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വന്നിട്ട് കോളർ മൈക്കാണ്. അതായത് നമ്മൾ വീഡിയോസ് എല്ലാം എടുക്കുമ്പോൾ ഇത് യൂസ്ഫുള്ളായിരിക്കും. അപ്പോൾ ഇത് 3 പാടെ, അതായത് റിംഗ് ലൈറ്റും പിന്നെ സ്റ്റാൻഡും, അതായത് ട്രൈപോഡും പിന്നെ ഈ മൈക്കും കൂടെ വരുന്ന ഒരു കോംബോയിലുള്ളതാണ് ഞാൻ എടുത്തത്. ഇതാ മൈക്കിൻ്റെ ഹോൾഡറാണ് കേട്ടോ. അതായത് നമ്മൾ ഡ്രസ്സിലെല്ലാം ഹോൾഡ് ചെയ്ത് വെക്കുന്ന സംഭവമാണ്. എന്തായാലും ഒരു ക്ലിപ്പ് പോലെയാണ് ഇതുള്ളത് കേട്ടോ. കുഴപ്പമൊന്നുമില്ല, നല്ല പ്രൊഡക്റ്റാണ്. ഇത് നമ്മളിതുവരെ യൂസ് ചെയ്തിട്ടൊന്നുമില്ല, പിന്നെ നേരിട്ട് കാണുന്നത് തന്നെ ആദ്യമായിട്ടാണ്. അതുകൊണ്ട് ഇതെങ്ങനെയാണ് സംഭവം എന്നൊന്നും അറിയില്ല. നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. ഒന്നാമത് ഇത് നമ്മൾ മുന്നേ യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ലല്ലോ, അതുകൊണ്ടാണ്. എന്തായാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പ്രശ്നം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. അതുകൊണ്ട് തിരിഞ്ഞ് കിടക്കുന്ന കമ്പി വന്നിട്ട് തിരിഞ്ഞ് കിടക്കുന്നത്. എന്തായാലും അതെല്ലാം ഞാൻ ശരിയാക്കി എടുത്തു. ഇത് വന്നിട്ട് മൊബൈൽ ഹോൾഡറിൻ്റെ സ്റ്റാൻഡാണ് കേട്ടോ. അത് എങ്ങനെ അറേഞ്ച് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. റിംഗ് ലൈറ്റിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം ഇതിൻ്റെ ബോക്സിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സൈസ് കൊടുത്തിരിക്കുന്നത് 26 സെൻറ്റിമീറ്റർ എന്നാണ് കേട്ടോ ഇതിൽ. അപ്പോൾ നമുക്കിതെങ്ങനെ സെറ്റ് ചെയ്യുന്നത് നോക്കാം കേട്ടോ. ഇത് മൊബൈൽ ഹോൾഡറാണ്. ഇത് മൊബൈൽ ഹോൾഡർ ഇങ്ങനെയെല്ലാം കണക്ട് ചെയ്യണം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം. സംഭവം നമ്മളിത് എവിടെയും നോക്കിയിട്ടൊന്നുമില്ലായിരുന്നു, നമ്മളൊരു ഏകദേശ ധാരണ വെച്ച് അങ്ങനെയാണ് ചെയ്തതാണ്. എന്തായാലും ശരിയായി. ഇത് റിംഗ് ലൈറ്റ് ഹോൾഡറാണ് കേട്ടോ. ഇതിൽ വന്നിട്ട് റിംഗ് ലൈറ്റ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാനെല്ലാം പറ്റും. അങ്ങനെയാണ് ഇത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് എങ്ങനെയാണ് വേണ്ടിയെന്ന് വെച്ചാൽ റിംഗ് ലൈറ്റ് അവിടെ സെറ്റ് ചെയ്തതിന് ശേഷം അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സംഭവമാണ് അത് കേട്ടോ. എന്തായാലും നമുക്ക് പറ്റുന്ന പോലെ എന്തെല്ലാമൊക്കെയോ കാട്ടിക്കൂട്ടി സെറ്റാക്കിയിട്ടുണ്ട്. നമുക്കറിയാത്ത കാര്യങ്ങളാണ്, എന്നാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെയൊക്കെ അങ്ങനെ ചെയ്തു. എന്തായാലും ഇനി നമുക്കിതിൽ കണക്ഷൻ കൊടുത്തു നോക്കാം കേട്ടോ.
പിന്നെ കൺട്രോൾ ബട്ടണിലുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ബ്രൈറ്റ്നസ് കൂട്ടാനും ബ്രൈറ്റ്നസ് കുറക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ വേറൊരു ഗോൾഡൻ കളർ പോലെയുള്ളൊരു ലൈറ്റിങ് വരുന്നുണ്ട്. എന്തായാലും ഇത്രയും ഹൈറ്റിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇനിയും താഴ്ഭാഗത്ത്, അതായത് സ്റ്റാൻഡിൻ്റെ താഴ്ഭാഗത്തും കൂടെ നമുക്ക് കുറച്ചും കൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. കാരണം അതും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മേലെ ഷീറ്റിൻ്റെ അവിടെ തട്ടും. അതുകൊണ്ട് ഞാനത് ചെയ്യാവുന്നത് താഴെ വെച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. എന്തായാലും നമുക്കിതിൽ കണക്ഷൻ ഒന്ന് കൊടുത്ത് നോക്കാം എങ്ങനെയാണ് സംഭവം എന്ന്. അങ്ങനെ ഫൈനലി ഗായ്സ് നമ്മളിതിൽ കണക്ഷനും കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും വളരെ ഹാപ്പിയാണ്, ഒരുപാട് സന്തോഷമുണ്ട്. ചെറിയ എമൗണ്ടിൻ്റെ പ്രൊഡക്റ്റ് ആണെങ്കിൽ കൂടെ നമ്മൾ ഉദ്ദേശിച്ചൊരു കാര്യം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അല്ലേ, നമുക്ക് അത്രത്തോളം സന്തോഷമായിരിക്കും. എന്തായാലും ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. സംഭവം നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ കിട്ടി. കുറച്ച് റേറ്റ് കൂടുതലുണ്ടോ എന്നൊരു സംശയമുണ്ട്, പക്ഷെ എന്നാലും കുഴപ്പമൊന്നുമില്ല. ഞാനിത് ഇനി മാറ്റാനൊന്നും പോകുന്നില്ല. ഇതിൻ്റെ കൺട്രോൾ ബട്ടണിൽ 4 ബട്ടണാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് ബ്രൈറ്റ്നസ് കൂട്ടാനും, ഒന്ന് ബ്രൈറ്റ്നസ് കുറക്കാനും, പിന്നെ ഓൺ ആക്കാനും ഓഫ് ആക്കാനും, പിന്നെ വന്നിട്ട് ഇതിൽ വേറൊരു കളറും കൂടി ഉണ്ട്. അതായത് നോർമൽ ലൈറ്റ് അല്ലാണ്ട് ഒരു ഡൾ ഫിനിഷിൽ വരുന്ന വേറൊരു ലൈറ്റും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ നമ്മൾ ജസ്റ്റ് ഫോണൊന്ന് വെച്ചിട്ട് എങ്ങനെ സംഭവം നോക്കാൻ വേണ്ടിയിട്ട് ഫോണൊന്ന് ഹോൾഡ് ചെയ്ത് നോക്കി. അതിൽ നാത്തൂൻ്റെ ഫോണായിരുന്നു കേട്ടോ. അവൾക്കത് വീഴുന്നില്ലൊരു പേടിയെല്ലാം ഉണ്ടായിരുന്നു. എന്തായാലും എനിക്ക് തോന്നുന്നു ഫോൺ അതിൽ വെക്കുന്ന സമയത്ത് റിംഗ് ലൈറ്റ് ഒന്നും ഇങ്ങനെ ഷേക്ക് ആവുന്നുണ്ട്. കാരണം അത് ടൈറ്റ് ആവുന്നില്ല അവിടെ. അപ്പോൾ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. എന്തായാലും കുറച്ച് പ്രശ്നമുണ്ട്, എന്നാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റാൻഡ് കുറച്ചും കൂടെ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. അതായത് താഴ്ഭാഗം കുറച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ടൈറ്റ് ആക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി ഹൈറ്റ് കിട്ടും. നമ്മൾ ടേബിളിൻ്റെ മേലെ ആയതുകൊണ്ടായിരുന്നു നേരത്തെ അങ്ങനെ കാണിക്കായിരുന്നു കേട്ടോ. അതിൻ്റെ ഹൈറ്റ് എത്രയെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ഈ സെറ്റപ്പ് നേരത്തെ ചെയ്യാതിരുന്നത്. എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അതിൻ്റെ കൂടെയുള്ള ഒരു കുഞ്ഞു ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്തൊരു പുതിയ അടിപൊളി റിവ്യൂ ആയിട്ട് എത്തുന്നവരെ എല്ലാവർക്കും ബൈ ബൈ, സീ യു.